നമസ്കാരം, എൻ്റെ പേര് നിതിൻ എഫ് എന്നാണ്. ഞാൻ SUT ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം അക്കാഡമിക് ഇയർ ഒരു എൻഡിങ്ങിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പലരും എക്സാമുകൾക്കൊക്കെ വളരെ കാര്യമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. മോഡൽ എക്സാമുകളൊക്കെ നടക്കുന്നു, മോഡൽ എക്സാം കഴിയുന്നു, പ്രാക്ടിക്കൽ എക്സാമൊക്കെ വരുന്നു അല്ലെങ്കിൽ ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ള അക്കാഡമിക് ഇവാലുവേഷൻ്റെ ഒരു പബ്ലിക് എക്സാം അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട എക്സാമുകളിലേക്ക് പലരും പോകുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മാസത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ നമ്മുടെ അക്കാഡമിക് ആയിട്ടുള്ള പെർഫോമൻസ് എങ്ങനെ കുറേ കൂടെ കൂട്ടാമെന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ട് അല്ലെങ്കിൽ എക്സാമിന് കുറച്ചും കൂടെ ബെറ്ററായിട്ട് എങ്ങനെ സമീപിക്കാം എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ സമയങ്ങൾ പ്രത്യേകിച്ച് പാരൻസ് ശ്രദ്ധിക്കേണ്ടത് അധികമായി പ്രഷർ കുട്ടികളിൽ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ അവസാന നിമിഷം യാതൊരു കാരണവശാലും വലിയ രീതിയിലുള്ള നിങ്ങളുടെ ഷെഡ്യൂളുകൾ ചേഞ്ച് ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് ഉറക്കം, ഭക്ഷണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാതെ മുൻപ് ചെയ്തുകൊണ്ടിരുന്ന അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകേണ്ടുന്നത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള മൂഡ് ചേഞ്ചസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള വസ്തുത നമ്മളെപ്പോഴും ഓർത്തിരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികളായിരിക്കുന്ന നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, ഈ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മൾ യാതൊരു കാരണവശാലും എക്സാമിൻ്റെ ഒരു ഔട്ട്കം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പെർഫോമൻസിനെ നമ്മൾ കൂടുതലായിട്ട് കൺസേൺഡ് ആവരുത് എന്നുള്ളതാണ്. അതായത് നമുക്ക് എത്ര മാർക്ക് കിട്ടണം അല്ലെങ്കിൽ എത്ര മാർക്ക് കിട്ടും അല്ലെങ്കിൽ അത്ര മാർക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അങ്ങനെ അത്തരത്തിലുള്ള ഔട്ട്കം അല്ലെങ്കിൽ റിസൾട്ടിനെ ഓറിയൻറ്റ് ചെയ്തുള്ള പ്രഷറും കൺസേൺസും ഒഴിവാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പകരം നിങ്ങളുടെ കോമ്പിറ്റൻസി ഓരോ ദിവസവും എത്രത്തോളം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിനകത്ത് നിങ്ങളൊരു ഫുൾഫിൽമെൻറ്റും സാറ്റിസ്ഫാക്ഷനും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതൊരു ഗോളായിട്ട് നമ്മളെപ്പോഴും തുടരുകയാണെങ്കിൽ പല രീതിയിലുള്ള ഒരു പ്രഷറുകൾ ഒഴിവാക്കാനായിട്ട് കഴിയും എന്നാണ് ഞാൻ പലപ്പോഴും വിശ്വസിക്കുന്നത്. അതായത് ഓരോ ദിവസവും ഇന്നലത്തേക്കാൾ കുറേ കൂടെ ബെറ്ററായിട്ട് ഞാൻ ഇന്ന് പഠിച്ചു, ഇന്നത്തേക്കാൾ കുറേ കൂടെ ബെറ്ററായിട്ട് നാളെ പഠിക്കും. അങ്ങനെ നിങ്ങളുടെ ആ ഒരു കോമ്പിറ്റൻസി ഇൻക്രീസ് ചെയ്യുന്നതിനകത്ത് ഒരു ഗോളും ഫുൾഫിൽമെൻറ്റും സാറ്റിസ്ഫാക്ഷനും വയ്ക്കുക. അല്ലാതെ ഔട്ട്കം, റിസൾട്ട് എന്നുള്ള ആ ഒരു ഫാക്ടറിനകത്ത് നിങ്ങളുടെ ഗോളും ഫുൾഫിൽമെൻറ്റും വയ്ക്കാതെ ഓരോ ദിവസവും നിങ്ങൾ ചെയ്യുന്നത് മാക്സിമം ഓണസ്റ്റായിട്ടും സീരിയസ് ആയിട്ടും ഫെയ്ത്ത്ഫുള്ളായിട്ടും ചെയ്യുകയും അതിനകത്ത് ഹാർഡ് വർക്കിനകത്ത് ഒരു ഫുൾഫിൽമെൻറ്റും സാറ്റിസ്ഫാക്ഷനും കണ്ടെത്തുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുറേ കൂടെ സ്ട്രെസ് ലെസ്സായിട്ട് അല്ലെങ്കിൽ സ്ട്രെസ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഈ എക്സാം പ്രിപ്പറേഷൻ്റെ ഫൈനൽ സ്റ്റേജിനെ നിങ്ങൾക്ക് ഫേസ് ചെയ്യാനായിട്ട് കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾ കുറേ കൂടെ ഫ്രഷായിട്ടും അലേർട്ടായിട്ടും ഇരുന്ന് പഠിക്കുന്നതിന് സഹായിക്കും. അതുപോലെ ഭക്ഷണം കൃത്യമായി കഴിക്കുക, ഇലക്കറികൾ, പച്ചക്കറികൾ, അങ്ങനെ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഡയറ്റ് ഉണ്ടാവുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലതാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ എൻഗേജ്ഡ് ആവുന്നത് നല്ലതാണ്. ഇപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മൊബൈലിലേക്കോ അല്ലെങ്കിൽ സ്ക്രീൻ ടൈം ഉള്ള മറ്റ് ഗാഡ്ജറ്റുകളിലേക്കോ പോകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ. കാരണം മറ്റ് ഓഫ്ലൈൻ ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എൻഗേജ്ഡ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കൂടെ വേഗത്തിൽ നിങ്ങൾക്ക് പഠനത്തിലേക്ക് മടങ്ങി വരാനായിട്ട് കഴിയും. അതേസമയം സ്ക്രീൻ ടൈം എൻഗേജ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ ബ്രേക്ക് എടുക്കുന്നതെങ്കിൽ അതിൽ നിന്ന് തിരികെ നിങ്ങൾക്ക് വരാനുള്ള സമയവും ബുദ്ധിമുട്ടും ഒരുപാട് നഷ്ടപ്പെട്ടു പോയിരിക്കും എന്നുള്ളത് എപ്പോഴും ഓർത്തിരിക്കുക. അപ്പം സമയം ധാരാളമായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ സമയം ചിലവഴിക്കുന്നത് ഒഴിവാക്കുക. പകരം വീട്ടിലെന്തെങ്കിലും കാര്യങ്ങളിലോ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻസോ ഓഫ്ലൈൻ ആക്ടിവിറ്റികളിലോ എൻഗേജ്ഡ് ആയതിനു ശേഷം വീണ്ടും വന്ന് പഠനം കണ്ടിന്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കഴിയും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നമ്മളുടെ ഒരു ഗോള്, ലൈഫ് എങ്ങനെയാണ് ഇവോൾവ് ചെയ്ത് വരേണ്ടത്, അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ഫാക്ടർ തന്നെയാണ് അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോരുത്തരും വിദ്യാർത്ഥികൾ അവരവരുടേതായിട്ടുള്ള പാർട്ട് ബെസ്റ്റായിട്ടും ഓണസ്റ്റായിട്ടും ഫെയ്ത്ത്ഫുള്ളായിട്ടും ട്രൈ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഫുൾഫിൽമെൻറ്റും സാറ്റിസ്ഫാക്ഷനും എപ്പോഴും ഉണ്ടാക്കുക. അങ്ങനെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള അക്കാഡമിക് ഇയറിൻ്റെ ഒരു എൻഡിങ്ങും
എക്സാമിനേഷൻ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.